നാവിൽ രുചി തോന്നാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് പോലെ തന്നെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക. സ്നേഹം കൊണ്ട് ക്രോധത്തെ ജയിക്കുക. പുണ്യം കൊണ്ട് പാപത്തെ ജയിക്കുക. ഔദാര്യം കൊണ്ട് പിശുക്കനെ ജയിക്കുക. സത്യം കൊണ്ട് അസത്യത്തെ ജയിക്കുക. ആത്മവിശ്വാസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. ആളുകളോട് ദയയോടും നീതിയോടും കൂടി പെരുമാറുകയും അവരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ അവർ എല്ലായ്പ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കും. നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നതും ഒരു ചലഞ്ചാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ആരും ഓർക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആരും അത് മറക്കുകയുമില്ല. ദാഹിക്കുമ്പോൾ വെള്ളത്തിൻ്റെ രുചി കൂടും. അതുപോലെ നമ്മൾ തനിച്ചായി പോകുമ്പോഴാണ് ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയുടെ സ്നേഹവും പ്രാധാന്യം മനസ്സിലാക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ചിലത് പഠിക്കാനും ചിലത് ഉൾക്കൊള്ളാനും ചിലത് തിരിച്ചറിയാനും ചില നഷ്ടപ്പെടലുകൾ നല്ലതാണ്. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവയ്ക്കില്ല. എല്ലാ പടിയിറക്കങ്ങളും വേദനയുടേതല്ല. ചില പടിയിറക്കങ്ങളിൽ നിന്നാണ് നമ്മൾ നമ്മളാകുന്നതും മുമ്പത്തേക്കാൾ മനോഹരമായി ചിരിച്ചു തുടങ്ങുന്നതും. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രമാണ്. ഒന്നുകിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും അതിന് പരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് മറക്കുക. അല്ലാതെ ഇത് രണ്ടിനും കഴിയാത്ത അവസ്ഥയിൽ ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുകയില്ല. നമ്മുടേതല്ലാത്ത ഒന്നിനെ മുറുകെ പിടിക്കുന്നതിനേക്കാൾ വലിയ പക്വതയാണ് അത് നമ്മുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുഞ്ചിരിയോടെ വിട്ടുകൊടുക്കുന്നത്. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, എന്നാൽ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. കടന്നു വന്ന വഴികളെല്ലാം ഓരോ കഥകളാണ്. ജീവിതത്തെ മാറ്റിമറിച്ച ചെറിയ ചെറിയ കഥകൾ. ഓരോ ചെറുകഥകളും പഠിപ്പിച്ച വലിയ വലിയ പാഠങ്ങളാണ് ഇന്ന് ജീവിതത്തെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും. സങ്കടങ്ങൾ തിരമാലകൾ പോലെയാണ്. അവ അലയടിച്ചുകൊണ്ടേയിരിക്കും. കടലിനെ ജീവിതത്തോട് ഉപമിക്കാവുന്നതാണ്. കടലിലെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യജീവിതവും. അതിലെ സങ്കടവും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പ്രയാസകരമായ സമയങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില കാര്യങ്ങൾ മാറ്റങ്ങളിൽ നിന്നോ തെറ്റുകളിൽ നിന്നോ ആണ് ഉണ്ടാകുന്നത്. നമ്മൾ എത്രമാത്രം സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചാലും ആത്മാർത്ഥത കാണിച്ചാലും നമ്മളെ എപ്പോഴും അന്യരായി മാത്രം കാണുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരാളേക്കാൾ വിലമതിപ്പുണ്ട് നിങ്ങളുടെ പുഞ്ചിരിക്ക്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും. ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരും. മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴും. രണ്ടാമതായി, ഒരു അക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുമ്പിലും.
ഭാവിയെ ഒരു പക്ഷേ നിങ്ങൾക്ക് തിരുത്തി എഴുതാൻ ആയെന്ന് വരില്ല. എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം, അതിലൂടെ ഭാവിയെയും. ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥത ഇല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേ ഉള്ളൂ: അഭിനയം.